മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ എന്ത്? ഒന്നുമില്ല, ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? മുട്ടുക്കിക്ക ഇങ്ങനെ രണ്ടാളും കടുപ്പെടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. വെച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? അനക്കോ വന്നോ ഒപ്പാൻ വൈകുന്നു? ചെന്നും മുണ്ടാണ്ട് നിക്കറുഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ എന്നിട്ടത് ചിലപ്പോ ഇജൊന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണ്. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചാ എന്താ എന്നോട് പറയാനുണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണ കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജ. നിങ്ങളൊരു കാര്യം ചെയ്യും, അനിതേനെ പറയല്ലേ മാമന് വിശ്വാസമല്ല? വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ഇനിയിപ്പോ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയ്. കേട്ടി? ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ല. ശരിയോ? അല്ലേ നീ റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത്? അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ആയില്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എതിർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാനും സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാക്കിയൊക്കെ പെരേപ്പി പറയാ.
വാപ്പാനോട് പറയാം. എല്ലാം ശരിയാവും. ചെല്ല്. നീ പോ. ഞാൻ വരും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇനി നിൻ്റെ പരിപാടി എന്താണ്? നേരെ തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ ശരി. വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോകണില്ല. വീട്ടിലേക്ക് പോകുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാനാ? ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് പോയിക്കോളാം. നീ എവിടെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസാണ്, നീയല്ല. നീ റെസ്ക്യൂ ഹോമിലേക്ക് പോകുന്നില്ല. എടോ, താൻ ചന്ദ്രനെ വിളിക്ക്, ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. അവിടെ ഇരിക്കും. ഹലോ ഇർഫാൻ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഇവരെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. നിനക്ക് ആ പോലീസുകാരങ്ങനെ പലതും പറയും. ഞാനിത് പോരാ, ടെൻഷനാവണ്ട. ഞാനത് വണ്ടി ഇരിക്കുന്നു, ഒക്കെ വണ്ടി ഇരിക്കുന്നു. അങ്ങോട്ട് അവളെ പെരയെ കൊണ്ടുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞു. അവളോളെ പെരക്കല്ലോടെ പോണ്ടേ? ഇതിനല്ലല്ലോ നമ്മൾ പറഞ്ഞു. ആ തീരുമാനം വലുത് മാറും. എൻ്റെ പ്രാന്തനൊത്ത് പിടിക്കലാണ് നമ്മളെ പണി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ? വണ്ടി നിർത്തിക്കാ, ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അല്ലേ ഫോൺ പിടി, ഫോൺ ചായക്കാം. എടുത്തോ. അത് നടക്കില്ല സാറേ. അവളുടെ പേര് പറഞ്ഞ് ഞാൻ അവനെ വിളിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നത് നമുക്കും തലവേനയാണ്. അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാൻ പറ.